ഹലോ വ്യൂവേഴ്സ്, PSC പഠനകാലത്ത് നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മെയിൻ സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ് SCRT ടെക്സ്റ്റ് ബുക്ക്. 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നും നമുക്ക് കുറേ ജനറൽ നോളജ് ഏരിയാസ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഓരോ പാഠഭാഗവും വായിച്ചെടുക്കാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സാണ്, പീലിയുടെ ഗ്രാമം, ഭക്ഷണവും മനുഷ്യരും. ഈ പാഠഭാഗത്തിൽ PSC ലെവലിൽ നിന്നുള്ള ഒരു പോയിൻറ്സും തന്നെ ഇല്ല. ഇത് സ്റ്റോറി ലൈൻ പോലെ പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൽ പീലിയെയും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഗ്രാമം കാണാനായി വരുന്ന കൂട്ടുകാരെക്കുറിച്ചും അവർ കാണുന്ന കാഴ്ചകളെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാമം, നഗരം എന്നിവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ ഇല്ലെങ്കിൽ പോലും ഗ്രാമഭംഗി, ഉത്സവങ്ങൾ, രാത്രിയിലെ കാഴ്ചകൾ, സവിശേഷതകൾ, ഭക്ഷണ രീതി, മനുഷ്യരുടെ പെരുമാറ്റം എന്നിവയെപ്പറ്റി ചെറിയ രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്യുക. ഈ ചാപ്റ്ററിൽ ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ചാപ്റ്ററാണ് ഭക്ഷണവും മനുഷ്യരും. തുടക്കത്തിൽ തന്നെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ആദിമ മനുഷ്യരെക്കുറിച്ച് ബേസിക് ഐഡിയ തരുന്ന ഒരു ചാപ്റ്ററാണിത്. ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയാണ് ആദ്യം മനുഷ്യരും ജീവികളും കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളെ വേട്ടയാടുകയും ചെയ്തിരുന്നു. ആദ്യകാലങ്ങളിൽ ഭക്ഷണം വേവിക്കാതെ കഴിച്ചിരുന്ന അവർ പിന്നീട് തീയുടെ കണ്ടുപിടുത്തത്തോടെ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അന്നേക്ക് വേണ്ട ആഹാരം മാത്രം നേടിയിരുന്ന അവർ പിന്നീട് ഭക്ഷണ സമ്പാദനത്തിനായി വേറെ മാർഗങ്ങൾ നോക്കി. ഭക്ഷണത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനു വേണ്ടി ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ഇണക്കി വളർത്തി. അടുത്ത ഒരു മെയിൻ പോയിന്റ് എന്നത് മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തുവാൻ ആരംഭിച്ചതുമായ മൃഗം ഏതാണ് എന്നുള്ളതാണ്. ഏതാണത്? അത് നായയാണ് കേട്ടോ. വേട്ടയാടലിനും കാവലിനുമായിട്ടാണ് നായയെ അവർ ഇണക്കി വളർത്തിയിരുന്നത്. കൃഷിയുടെ തുടക്കത്തെക്കുറിച്ചാണ് അടുത്തതായി പറയുന്നത്. വലിച്ചെറിഞ്ഞ വസ്തുക്കളിൽ നിന്നും പുതിയ തൈകൾ മുളയ്ക്കുന്നത് കണ്ടിട്ടാകാം കൃഷിയെക്കുറിച്ച് ചിന്തിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് എന്നതാണ്. അതുപോലെ തന്നെ നദീതടങ്ങളിലാണ് ജലവും വളക്കൂറുള്ള മണ്ണും ഉണ്ടായിരുന്നത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരവാസം ആരംഭിച്ചു. അപ്പോൾ ആദ്യകാലത്ത് നദീതടങ്ങൾക്ക് അടുത്താണ് സ്ഥിരവാസം ആരംഭിച്ചതെന്നും അതിനുള്ള കാരണം കൃഷിയാണെന്നും ക്ലിയർ ആയല്ലോ അല്ലേ? ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം, അതായത് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം തൊട്ട് അടുത്ത വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. താങ്ക്